കാലവർഷം ശക്തമായതോടെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം പൊഴിയൂരിൽ ശക്തമായ കടലാക്രമണത്തിൽ വീടുകൾ തകർന്നതിനെ തുടർന്ന് ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. നെയ്യാറ്റിൻകര വെള്ളറടിയിൽ മരം കടപുഴകി വീണ് കടമുറി തകർന്നു. പ്രദേശത്ത് വൈദ്യുത ബന്ധവും തകരാറിലായി. കോട്ടയം ചുങ്കത്ത് ഓട്ടോറിക്ഷകൾക്ക് മുകളിലേക്ക് മരം വീണു. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർമാർ ശബ്ദം കേട്ട് ഓടിയതിനാൽ വൻ ദുരന്തമൊഴിവായി. മണിമല ആറ്റിൽ ജലനിരപ്പ് ഉയർന്നു. എറണാകുളം കോതമംഗലത്ത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായി. കനത്ത മഴയെ തുടർന്ന് ചപ്പാത്ത് വെള്ളത്തിനടിയിലായതോടെ ആളുകളെ വഞ്ചിയിൽ കരക്കെത്തിച്ചു. റോഡിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് കളമശ്ശേരിയിൽ കാർ തലകീഴായി മറിഞ്ഞ് യാത്രികന് പരിക്കേറ്റു. അപ്രതീക്ഷിതമായി മുന്നിലെ കാർ ബ്രേക്കിട്ടതിന് പിന്നാലെ വാഹനത്തെ ഇടിക്കാതിരിക്കാൻ കാർ വെട്ടിച്ചതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാലത്തിന്റെ സൈഡിലിടിച്ച് മറിയുകയായിരുന്നു. തൃശൂർ സ്വരാജ് റൗണ്ടിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം പൊളിഞ്ഞു വീണു. മാള അന്നമനട റോഡിൽ വെണ്ണൂർ കവലയിൽ വാഗമരം വീണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും മീൻതട്ടവും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. പാലക്കാട് തൃത്താലയിൽ വൻമരം കടപുഴകി വാഹനത്തിന് മുകളിൽ വീണ് അപകടമുണ്ടായി. പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ കാറ്റിലും മഴയിലും പോലീസ് സ്റ്റേഷൻ വളപ്പിലെ വൻമരം കടപുഴകി വീണ് വാഹനങ്ങളും പോസ്റ്റുകളും തകർന്നു. ചെറുപ്പുളശ്ശേരി കാക്കത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് കനത്ത മഴയിൽ ഒലിച്ചുപോയി. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിയാറിലും ജലനിരപ്പ് ഉയർന്നു. പുഴകളോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പെരിയ 38-ൽ കനത്ത കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വീട് തകർന്നു. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് കനത്ത മഴയെ തുടർന്ന് 2 താൽക്കാലിക റോഡുകൾ ഒലിച്ചുപോയി. പാലം പണി നടക്കുന്ന ചെമ്പൻതോട്ടിയിലും കൊക്കായിലുമാണ് റോഡ് തകർന്നത്. ജില്ലയിലെ മലയോര മേഖലകളിലും വ്യാപക നാശനഷ്ടമുണ്ടായി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.